ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്തുകൊണ്ട് ഫലപ്രദമായി റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല? എന്താണ് പ്ലാസ്റ്റിക്കിലെ നമ്പർ കോഡിംഗ്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു ഗൗരവമുള്ള വിഷയം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിന്റെ റീസൈക്ലിംഗിലെ പരാജയങ്ങളും. പ്ലാസ്റ്റിക്കുകളെ കമ്മോഡിറ്റി പ്ലാസ്റ്റിക്സ്, എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ്, സ്പെഷ്യാലിറ്റി പ്ലാസ്റ്റിക്സ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നതും ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്നതുമായ പ്ലാസ്റ്റിക് വേസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പരിശോധിക്കുന്നത്. അക്കൂട്ടത്തിൽ വരുന്ന പ്ലാസ്റ്റിക്കുകളിൽ ചിലതാണ് പോളിയെത്തിലിൻ PE, പോളിപ്രൊപ്പിലിൻ PP, പോളിസ്റ്റൈറിൻ PS, പോളിവിനൈൽ ക്ലോറൈഡ് PVC, പോളിയെത്തിലിൻ ടെർത്താലേറ്റ് PET, പോളികാർബണേറ്റ് PC, പോളിഅമൈഡ് നൈലോൺ 6, പോളിമിഥൈൽ മെഥാക്രിലേറ്റ് PMMA തുടങ്ങിയവ. നമ്മുടെ ചർച്ചാ വിഷയം എന്തുകൊണ്ട് ശേഖരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഫലപ്രദമായി റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല എന്നതാണ്. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ സെഗ്രിഗേഷൻ അഥവാ വേർതിരിക്കലിൽ നിന്നാണ്. നമ്മൾ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളിൽ മുമ്പ് പറഞ്ഞ വിവിധ തരം പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം ഉറപ്പായും ഉണ്ടാകുന്നതാണ്. നാം ഇപ്പോഴും മാനുവലായി വേസ്റ്റ് കളക്ഷനും സെഗ്രിഗേഷനും ചെയ്യുന്നതിനാൽ ആ പ്രവൃത്തി ചെയ്യുന്ന വർക്ക് ഫോഴ്സിന് ഇത്തരം പ്ലാസ്റ്റിക്കുകളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണമെന്നില്ല. റീസൈക്ലിംഗ് പ്രക്രിയ ഫലപ്രദമാകണമെങ്കിൽ പ്ലാസ്റ്റിക്കുകളെ ഇനം തിരിച്ച് വേർതിരിച്ചെടുത്തേ മതിയാകും. ഓരോ പ്ലാസ്റ്റിക്കിന്റെയും സോഫ്റ്റനിങ് ടെമ്പറേച്ചറും മെൽറ്റിംഗ് പോയിന്റും വ്യത്യസ്തമാണ്. പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണം നടക്കുന്ന സമയത്ത് വ്യത്യസ്ത പ്ലാസ്റ്റിക്കുകളുടെ ഒരു മിക്സ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പ്രൊഡക്ഷൻ പരാജയപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല. ഉയർന്ന മെൽറ്റിംഗ് പോയിന്റും താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റും ഉള്ള പ്ലാസ്റ്റിക് ഗ്രാനുകളുകൾക്ക് മിസിബിലിറ്റി കുറവാകയാൽ പ്രോഡക്റ്റ് ഫെയിൽ ആകുന്നു അഥവാ പരാജയപ്പെടുന്നു. അതായത് എക്സ്ട്രൂഷൻ, വിവിധ തരത്തിലുള്ള മോൾഡിംഗ് പ്രക്രിയകൾ എന്നിവ സാധ്യമാകാതെ വരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ നമ്പർ കോഡിംഗ് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്പർ കോഡിംഗ് എന്ന് പറയുന്നത് ഓരോ പ്രത്യേക പ്ലാസ്റ്റിക്കിനും കൊടുത്തിരിക്കുന്ന നമ്പറാണ്. ഉദാഹരണമായി ആരോ മാർക്ക് ഉപയോഗിച്ചുള്ള ട്രയാങ്കിളിൽ 1 എന്ന് കോഡ് ചെയ്താൽ അത് PET എന്ന പ്ലാസ്റ്റിക്കും, 2 എന്ന് മാർക്ക് ചെയ്താൽ HDPE ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ എന്നും, 3 എന്ന് കോഡ് ചെയ്താൽ PVC പോളിവിനൈൽ ക്ലോറൈഡ് എന്നും മനസ്സിലാക്കേണ്ടതാണ്. വിവിധ തരം പ്ലാസ്റ്റിക്കുകളുടെ നമ്പർ കോഡിങ്ങുകൾ ഇമേജിൽ കൊടുത്തിരിക്കുന്നു. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ BPA അഥവാ ബിസ്ഫീനോൾ A ഉപയോഗിച്ചിട്ടില്ലാത്ത പ്ലാസ്റ്റിക് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉദാഹരണമായി പോളികാർബണേറ്റ് എന്ന പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണത്തിൽ BPA ഉപയോഗിക്കുന്നു. അതിനാൽ ആ പ്ലാസ്റ്റിക് ഫുഡ് ഗ്രേഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി BPA ഉപയോഗിക്കുമ്പോൾ വരുന്ന അപകടത്തെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ കെമിക്കൽ ഒരു എൻഡോക്രൈൻ ഡിസ്റപ്റ്ററാണ്. കൂടാതെ BPA ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് പ്രോബ്ലം തുടങ്ങിയവയ്ക്കും കാരണമാകുന്നു. അതിനാൽ പ്ലാസ്റ്റിക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഫുഡ് റിലേറ്റഡ് ആപ്ലിക്കേഷനുകളിൽ BPA ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സാധാരണയായി BPA ഇല്ലാത്ത പ്ലാസ്റ്റിക്കുകളാണ് പോളിയെത്തിലിൻ, പോളിപ്രൊപ്പിലിൻ, പോളിയെത്തിലിൻ ടെർത്താലേറ്റ് അഥവാ PET തുടങ്ങിയവ. ചിത്രത്തിൽ കാണുന്ന മിനറൽ വാട്ടർ ബോട്ടിലിന്റെ നമ്പർ കോഡ് 5 എന്നാണ്. 5 എന്ന കോഡ് ഫുഡ് കാറ്റഗറിയിലുള്ള പോളിപ്രൊപ്പിലിൻ എന്ന പ്ലാസ്റ്റിക്കിനെ കാണിക്കുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരം നമ്പർ കോഡിങ്ങിന്റെ ആവശ്യം മനസ്സിലാക്കി ഒരു പ്രപ്പോസൽ ഏകദേശം 15 വർഷം മുമ്പ് ഗവൺമെന്റിൽ നൽകിയിരുന്ന കാര്യം ഓർക്കുകയാണ്. എന്തുകൊണ്ടോ ഇത്തരം പ്രപ്പോസലുകൾ നടപ്പാക്കപ്പെടുന്നില്ല എന്നത് ഖേദകരമാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ നിർമ്മാണ സമയത്ത് തന്നെ അവർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ നമ്പർ കോഡ് നിർബന്ധമായും രേഖപ്പെടുത്തുന്നതിന് നിഷ്കർഷിക്കാൻ ഗവൺമെന്റിന് കഴിയും. ഇപ്പോൾ തന്നെ ചില നിർമ്മാതാക്കൾ മിനറൽ വാട്ടർ ബോട്ടിൽ, പോളിയെത്തിലിൻ പാക്കേജിംഗ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ നമ്പർ കോഡ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം നിർമ്മാതാക്കളും ഇനിയും
പ്ലാസ്റ്റിക്കിന്റെ നമ്പർ കോഡിംഗിലേക്ക് വന്നിട്ടില്ല എന്നാണ് കാണുന്നത്. വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വർക്ക് ഫോഴ്സിന് പ്ലാസ്റ്റിക് വേർതിരിക്കൽ പ്രക്രിയ വളരെ എളുപ്പമാക്കുന്നതിന് അവർ ഈ നമ്പർ അനുസരിച്ചുള്ള സെഗ്രിഗേഷൻ മാത്രം ചെയ്താൽ മതിയാകും. ഓരോ നമ്പറും ഏത് പ്ലാസ്റ്റിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നത് അതുമായി ബന്ധപ്പെട്ടവർക്ക് അറിവുള്ളതാണല്ലോ. വേർതിരിക്കൽ പ്രക്രിയ കൃത്യമായി നടന്നു കഴിഞ്ഞാൽ വ്യവസായിക്ക് റീസൈക്ലിംഗ് വളരെ സുഗമമായി നടത്താൻ കഴിയും. അങ്ങനെ സോഫ്റ്റനിങ് ടെമ്പറേച്ചറിലും മെൽറ്റിംഗ് പോയിന്റിലും സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി കൈവരിച്ച് ഉൽപ്പന്ന നിർമ്മാണം എളുപ്പമാക്കാനും പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ഇഫക്റ്റീവ് ആക്കാനും കഴിയുന്നു. ഇനി നമ്പർ കോഡിംഗ് അനുസരിച്ചുള്ള പ്ലാസ്റ്റിക്കുകളുടെ ചില പ്രത്യേകതകളും അവ ഉപയോഗിക്കപ്പെടുന്ന മേഖലകളും പരിശോധിക്കാം. ആദ്യമായി പെറ്റ് എന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നോക്കാം. പോളിയെത്തിലിൻ ടെർത്താലേറ്റ് എന്നാണ് പെറ്റിന്റെ പൂർണ്ണ രൂപം. പെറ്റ് സാധാരണയായി ബോട്ടിലുകൾ, ടെക്സ്റ്റൈൽസ്, ഫുഡ് പാക്കേജിംഗ് എന്നീ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത്. പെറ്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് 245 മുതൽ 265 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും സർവീസ് ടെമ്പറേച്ചർ -40 മുതൽ 120 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും ആണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബോട്ടിലുകൾ, ടെക്സ്റ്റൈലുകൾ, ഫുഡ് പാക്കേജുകൾ എല്ലാം -40 ഡിഗ്രി മുതൽ 120 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്നാണ്. പെറ്റ് വെർജിൻ ഗ്രാനുൾസ്, പെറ്റ് ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഇമേജുകൾ ശ്രദ്ധിക്കുക. നമ്പർ കോഡിംഗിൽ 2 എന്ന് മാർക്ക് ചെയ്തിരുന്നാൽ അത് HDPE അഥവാ ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ എന്ന് മനസ്സിലാക്കണം. HDPE ഉപയോഗിച്ച് കടുപ്പമുള്ള വാട്ടർ പൈപ്പുകൾ നിർമ്മിക്കുന്നു. ബക്കറ്റുകളും മറ്റ് കണ്ടെയ്നറുകളും HDPEയിൽ നിന്ന് നിർമ്മിക്കാവുന്നതാണ്. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ കോഡിംഗിൽ 3 എന്ന് രേഖപ്പെടുത്തിയാൽ അത് PVC അഥവാ പോളിവിനൈൽ ക്ലോറൈഡ് അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് മനസ്സിലാക്കാം. PVC വാട്ടർ പൈപ്പുകൾ, മെഡിക്കൽ ട്യൂബിംഗ്, ഫ്ലോർ മാറ്റ് തുടങ്ങിയ വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. നമ്പർ കോഡിംഗിൽ 4 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് LDPE അഥവാ ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ ആണ്. ലോ ഡെൻസിറ്റി പോളിയെത്തിലിൻ പാക്കേജിംഗ് ഇൻഡസ്ട്രിയിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ കോഡിംഗിൽ 5ാം സ്ഥാനത്തുള്ളത് പോളിപ്രൊപ്പിലിൻ എന്ന പ്ലാസ്റ്റിക് ആണ്. ഓട്ടോമോട്ടീവ് പാർട്ടുകൾ, ടെക്സ്റ്റൈലുകൾ, മെഡിക്കൽ ആപ്ലിക്കേഷനുള്ള ഉപകരണങ്ങൾ, ടീ കപ്സ്, കണ്ടെയ്നേഴ്സ്, പാക്കേജിംഗ് തുടങ്ങിയവ പോളിപ്രൊപ്പിലിൻ എന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് നിർമ്മിക്കുന്നു. ഇമേജുകൾ ശ്രദ്ധിക്കുക. PS അഥവാ പോളിസ്റ്റൈറിൻ എന്ന പ്ലാസ്റ്റിക് നമ്പർ കോഡിംഗിൽ 6ാമതും PC അഥവാ പോളികാർബണേറ്റ് തുടങ്ങിയ മറ്റനേകം പ്ലാസ്റ്റിക്കുകൾ നമ്പർ കോഡിംഗിൽ 7ാമതും വരുന്നു. ഡിസ്പോസിബിൾ കട്ട്ലറി, ഇൻസുലേഷൻ, പാക്കേജിംഗ് എന്നീ ആവശ്യങ്ങൾക്ക് പോളിസ്റ്റൈറിനും സേഫ്റ്റി ഗ്ലാസ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ് കമ്പോണന്റ്സ് തുടങ്ങിയ ഉൽപ്പന്ന നിർമ്മാണങ്ങൾക്ക് പോളികാർബണേറ്റും ഉപയോഗിക്കുന്നു. ചിത്രങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പ്ലാസ്റ്റിക്കുകളിൽ 7 എന്ന നമ്പറാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് മറ്റുള്ള എല്ലാ പ്ലാസ്റ്റിക്കുകളെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 1 മുതൽ 6 വരെ പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾക്ക് പുറമെ മറ്റനേകം പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ലഭ്യമാണ്. അവയെല്ലാം നമ്പർ കോഡിംഗിൽ 7 എന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില പ്ലാസ്റ്റിക്കുകൾ അമോർഫസും മറ്റു ചിലത് ക്രിസ്റ്റലൈനും ആയിരിക്കും. ക്രിസ്റ്റലൈൻ പ്ലാസ്റ്റിക്കുകൾക്ക് കൃത്യമായ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിലും അമോർഫസ് സ്വഭാവത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾക്ക് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ പ്ലാസ്റ്റിക്കുകളുടെ മെൽറ്റിംഗ് പോയിന്റുകളും സർവീസ് ടെമ്പറേച്ചറുകളും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ അറിവ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് നമ്മെ സഹായിക്കുന്നു. ഉദാഹരണമായി, ചൂടുവെള്ളം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ കരുതണമെങ്കിൽ ആ ബോട്ടിലിന്റെ സർവീസ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലായിരിക്കണം. വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണല്ലോ. അതിനാൽ ഈ ടെമ്പറേച്ചറിൽ സോഫ്റ്റനിങ്ങോ മെൽറ്റിങ്ങോ സംഭവിക്കാത്ത ഫുഡ് ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക് വേണം തിരഞ്ഞെടുക്കാൻ. സാധാരണയായി പെറ്റ്, പോളിയെത്തിലിൻ, പോളിപ്രൊപ്പിലിൻ തുടങ്ങിയ പ്ലാസ്റ്റിക്കുകൾ ഫുഡ് ഗ്രേഡ് കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നു. പെറ്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് 245നും 265 ഡിഗ്രി സെന്റിഗ്രേഡിനും ഇടയിലും സർവീസ് ടെമ്പറേച്ചർ -40നും 120 ഡിഗ്രി സെന്റിഗ്രേഡിന് ഇടയിലും ആണെന്ന് പറഞ്ഞുവല്ലോ. അതിനാൽ ബോട്ടിലുകളിൽ ചൂടുവെള്ളം സൂക്ഷിക്കുന്നതിന് പെറ്റ് വളരെ അനുയോജ്യമാണ്. അതുപോലെ പോളിയെത്തിലിൻ PE, പോളിവിനൈൽ ക്ലോറൈഡ് PVC, പോളിപ്രൊപ്പിലിൻ PP
പോളിസ്റ്റൈറൻ PS, പോളികാർബണേറ്റ് PC തുടങ്ങിയ ഓരോ പ്ലാസ്റ്റിക്കിനും വ്യത്യസ്ത മെൽറ്റിംഗ് പോയിന്റുകളും സർവീസ് ടെമ്പറേച്ചറുകളും ആണെന്ന് ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്പർ കോഡിംഗ് കൂടാതെ പ്ലാസ്റ്റിക്കുകളെ സോർട്ട് ചെയ്യുന്നതിന് സെൻസറുകൾ ഉപയോഗിച്ചുള്ള മെഷീനുകൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളെയും സെൻസർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന മെഷീനുകൾ ഇനിയും നിർമ്മിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളുടെ മാനുവൽ സെഗ്രിഗേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്നതിന് നമ്പർ കോഡിംഗ് കൂടിയേ കഴിയൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് നിർമ്മാണ പ്രക്രിയ. പ്ലാസ്റ്റിക്കിലെ നമ്പർ കോഡിംഗിനെ സംബന്ധിച്ചാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും ഫലപ്രദമായി വേർതിരിച്ചെടുത്ത പ്ലാസ്റ്റിക്കിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിർമ്മാണ പ്രക്രിയയിൽ ക്ലീൻ ചെയ്ത സെഗ്രിഗേറ്റ് ചെയ്ത പ്ലാസ്റ്റിക്കുകളെ ഷ്രെഡിംഗ് മെഷീനുകളിൽ ഷ്രെഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ സൈസ് റിഡ്യൂസ് ചെയ്ത പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക്കിന്റെ മെൽറ്റിംഗ് പോയിന്റ് അനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത എക്സ്ട്രൂഡർ മെഷീനിലൂടെ കടത്തിവിട്ട് പ്ലാസ്റ്റിക് റോപ്പുകളായി കൺവേർട്ട് ചെയ്യുന്നു. തുടർന്ന് വെള്ളത്തിലൂടെ കടത്തിവിട്ട് സ്റ്റിഫ് ആക്കി കട്ടിംഗ് മെഷീനുമായി ബന്ധിപ്പിച്ച് ചോപ്പ് ചെയ്ത പ്ലാസ്റ്റിക് ഗ്രാനുൾസ് നിർമ്മിക്കുന്നു. വീഡിയോ ശ്രദ്ധിക്കുക. തുടർന്ന് ഈ ഗ്രാനുൾസിനെ കളറുമായി ബ്ലെൻഡ് ചെയ്ത ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ, ബ്ലോ മോൾഡിംഗ് മെഷീൻ തുടങ്ങിയവ ഉപയോഗിച്ച് ഉൽപ്പന്നം മോൾഡ് ചെയ്ത് എടുക്കുന്നു. ഇതാണ് പ്ലാസ്റ്റിക് റീസൈക്ലിംഗിലെ നിർമ്മാണ പ്രക്രിയ. ചുരുക്കത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് സാധാരണ കാണുന്ന സംഖ്യകൾ വഴി പ്ലാസ്റ്റിക്കിന്റെ തരം തിരിച്ചറിയാനും അത് ഫലപ്രദമായി റീസൈക്കിൾ ചെയ്യാനും കഴിയുന്നത്. ഈ നമ്പർ കോഡിംഗ് ഓരോ ഉൽപ്പന്നത്തിലും എത്തുന്ന ദിനമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിൽ റീസൈക്ലിംഗിന് പുറമെ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു മാർഗമായ പൈറോളിസിസ് ടെക്നോളജി ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ്. ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ അറിയുന്നതിന് ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.